നമസ്കാരം. പി ടി ചാക്കോ എന്നയാളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോവുക. ആ പേജിലെ പോസ്റ്റുകളൊക്കെ ഒന്ന് പരിശോധിക്കുക. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്നു. മുമ്പ് ദീപികയിലെ സീനിയർ ജേർണലിസ്റ്റ് ആയിരുന്ന പി ടി ചാക്കോ. ചാക്കോ സ്റ്റാറ്റിസ്റ്റിക്സുകളുടെ അടിസ്ഥാനത്തിൽ പിണറായി സർക്കാരിൻ്റെ ദൂർത്തിൻ്റെ ഓരോരോ എപ്പിസോഡുകൾ പുറത്തുവിടുമ്പോൾ പൊതുഖജനാവിനോട് സ്നേഹമുള്ളവരൊക്കെ തലയിൽ കൈവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്ര കോടി രൂപയാണ് പിണറായി വിജയൻ എന്ന ധൂർത്തനായ മുഖ്യമന്ത്രി തൻ്റെ മുഖത്ത് പുട്ടിയിടാൻ വേണ്ടി ചെലവഴിച്ചത് എന്ന കണക്ക് കേട്ടാൽ ഞെട്ടിപ്പോകും. നമ്മൾ അധ്വാനിക്കുന്നതിന് വിഹിതം സർക്കാർ വാങ്ങിയെടുത്തിട്ട് ആ നികുതി പണം കൊണ്ട് പിണറായിക്ക് വേണ്ടി നുണ പ്രചരിപ്പിച്ചതിൻ്റെ ഭയപ്പെടുത്തുന്ന കണക്കുകൾ ഓരോ ദിവസവും ചാക്കോ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. ഈ കണക്കുകൾ കാണുന്നവന്, അത് വായിക്കുന്നവന് സ്ഥിരബുദ്ധി ഉണ്ടെങ്കിൽ, മനുഷ്യനാണെങ്കിൽ ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ വോട്ട് ചെയ്യുകയില്ല. ഖജനാവിലെ പണം എത്ര ഉത്തരവാദിത്വമില്ലാതാണ് ഈ സർക്കാർ ചെലവഴിക്കുന്നത്. ഇതൊക്കെ കണക്കിലൂടെ പുറത്തു വന്നത് മാത്രം, അല്ലാതെ എത്ര അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ഇവർ നടത്തുന്ന ബന്ധു നിയമനങ്ങൾ, ഇവർ നടത്തുന്ന ധൂർത്തുകൾ, ഇവർ നടത്തുന്ന അഭിപ്രായ സ്വാതന്ത്ര്യ ധ്വംസനം, ഇവർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ, ഇവയ്ക്കൊക്കെ അപ്പുറത്ത് നമ്മുടെ ഖജനാവിലെ പണമെടുത്തുകൊണ്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ കണ്ടിട്ട് ഇനിയും ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? ചാക്കോയുടെ ചില പോസ്റ്റുകളിലേക്ക് ഏറ്റവും ഒടുവിൽ ചാക്കോ ഇങ്ങനെ എഴുതുന്നു: തലമറയ്ക്കുന്ന കോടിക്കണക്കുകൾ. ഇതാ 15 കോടിയുടെ മറ്റൊരു ധൂർത്ത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളായ യൂട്യൂബ്, ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഡെയിലി ഹണ്ട്, OTT എന്നിവ വഴി സമഗ്ര മാർക്കറ്റിംഗ് പ്രചരണം നടത്താൻ 15 കോടി കൂടി അനുവദിച്ചുള്ള ഉത്തരവ് പുറത്ത്. വിവരാവകാശം വഴി ചോദിച്ചിട്ട് തരാതിരുന്ന ഉത്തരവാണിത്. 5 കോടി രൂപ ഇതിൽ അഡ്വാൻസും അനുവദിച്ചു. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിണറായി സർക്കാരിൻ്റെ പ്രത്യേക പ്രചരണത്തിന് അനുവദിച്ചത് 22.24 കോടി രൂപയായിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷം ബജറ്റിൽ PRDക്ക് അനുവദിച്ച 80 കോടി രൂപയ്ക്ക് പുറമെയാണിത്. കിഫ്ബിയുടെയും വിവിധ വകുപ്പുകളുടെയും വക വേറെയും പരസ്യം. മൊത്തം 250 കോടിയുടെ പണമാണ് PRDയും കിഫ്ബിയും പൊടിച്ചത്. എല്ലാത്തിനും എൻ്റെ തല, എൻ്റെ മുഖം, എൻ്റെ ശബ്ദം. ഇതാ തലമറയ്ക്കുന്ന മറ്റു ചില കണക്കുകൾ. 1 കോടി ചെലവിട്ട സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതു മുതൽ ധൂർത്തിൻ്റെ ആറാട്ട് തുടങ്ങുന്നു. സർക്കാരിൻ്റെ 4ാം വാർഷികം 100 കോടി, കേരയിൽ 51.26 കോടി, കേരളീയം 42 കോടി, നവകേരളം 20 കോടി, നവകേരളം ആഡംബര ബസ് 1.10 കോടി, അയ്യപ്പ സംഗമം 8 കോടി, പുറത്തുനിന്നുള്ള അഭിഭാഷകർക്ക് 10 കോടി, ഹെലികോപ്റ്റർ വാടക പ്രതിമാസം 80 ലക്ഷം വെച്ച് 10 വർഷം 96 കോടി, മുഖ്യമന്ത്രി വിദേശയാത്ര 2.5 കോടി, ക്ലിഫ് ഹൗസ് നവീകരണം 32 ലക്ഷം, ക്ലിഫ് ഹൗസ് കാലിത്തൊഴുത്ത് 42.9 ലക്ഷം, സ്വിമ്മിംഗ് പൂൾ 41.84 ലക്ഷം, ക്ലിഫ് ഹൗസ് ലിഫ്റ്റ് 25.50 ലക്ഷം. കണക്ക് ചോദിക്കാൻ കാരണമായി. ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഏറ്റവും പുതിയ ധൂർത്തിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിടുന്നു. അതിനു മുൻപ് 2 ദിവസം മുമ്പ് ചാക്കോ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടു: നാം മുന്നോട്ട് വിഴുങ്ങിയത് 22 കോടി. നാം മുന്നോട്ട് എന്ന ചാനൽ പരിപാടിയുടെ മറവിൽ സർക്കാർ ഫണ്ട് കൊള്ളയടിച്ചതിൻ്റെ വിശദാംശങ്ങളും പുറത്ത്. സുതാര്യ കേരളം എന്ന പേരിലാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇതേ ചാനൽ പരിപാടി സംപ്രേഷണം ചെയ്തത്. CDറ്റും PRDയും ചേർന്നായിരുന്നു നിർവഹണം. ദൂരദർശനിൽ മാത്രമായിരുന്നു സംപ്രേഷണം. ഒരു എപ്പിസോഡിന് ചെലവ് 63,000 രൂപ. പിണറായി സർക്കാർ നാം മുന്നോട്ട് എന്ന പേരിൽ ഇതേ പരിപാടി അവതരിപ്പിച്ചപ്പോൾ പാർട്ടി ചാനലിലായിരുന്നു നിർമ്മാണം. ഒരു എപ്പിസോഡിന് 2.32 ലക്ഷം രൂപ വെച്ച് പാർട്ടി ചാനൽ നൽകി. UDFിൻ്റെതിനേക്കാൾ 4 ഇരട്ടി വർധനവ്. 2017 മുതൽ 2024 മാർച്ച് വരെ 179 എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്തു. ഇതിന് 21.95 കോടി രൂപ ചെലവാക്കി. എല്ലാ ചാനലുകളും ഈ പരിപാടി ആഴ്ചയിലൊരിക്കൽ സംപ്രേഷണം ചെയ്തപ്പോൾ പാർട്ടിയുടെ 2 ചാനലുകൾക്കാണ് നൽകിയത്. ഉമ്മൻചാണ്ടി പാവപ്പെട്ട ജനങ്ങളുടെയും നാടിൻ്റെയും പ്രശ്നങ്ങളാണ് ഈ പരിപാടിയിൽ പരിഹരിച്ചത്. പിണറായി സർക്കാർ ഇത് ഇടതു ബുദ്ധിജീവികളുടെയും സൈദ്ധാന്തികരുടെയും ഹൈ ക്ലാസ് പരിപാടിയാക്കി. അങ്ങനെ ഹൈ ക്ലാസ് ചെലവുമുണ്ടായി. വിവരാവകാശ നിയമപ്രകാരം ഏറ്റവും പുതിയ കണക്ക് നേടിയപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം കൊടുത്താൽ മതിയെന്നാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ നിന്നുള്ള അനൗദ്യോഗിക മറുപടി. അങ്ങനെ വിവരാവകാശത്തിൻ്റെ കടക്കിലും കത്തിവെച്ചു. PRDയും കിഫ്ബിയും കൂടി 227 കോടി രൂപ തെരഞ്ഞെടുപ്പ് ചെലവാക്കി എന്ന എൻ്റെ FB പോസ്റ്റ് വിവാദമായതിനെ തുടർന്നാണ് ഉത്തരവ്. ഈ ധൂർത്തിൻ്റെ കഥ നാട്ടിലിപ്പോൾ പാട്ടാണ്. 27 മാർച്ചിന് പി ടി ചാക്കോ ചെറിയൊരു പോസ്റ്റ് ഇട്ടു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് PRD 600 ഹോർഡിങ്സുകൾ 10 കോടി രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തിരുന്നു. വിജ്ഞാപനം വന്നതോടെ സർക്കാർ പരസ്യങ്ങൾ മാറ്റി അവയിൽ CPMൻ്റെ പരസ്യങ്ങൾ വെച്ചു. ഇവ PRDയുടെ ചെലവിലോ CPMൻ്റെ ചെലവിലോ. ഫോട്ടോയിൽ തിരുവനന്തപുരത്തെ ദൃശ്യം, ആദ്യം PRDയുടെ പരസ്യം, പിന്നീട് അവ മാറ്റി CPM പരസ്യം. കേരളം ഒട്ടുക്ക് ഇങ്ങനെ കാണാം. മാർച്ച് 18-ന് ചാക്കോ ഇങ്ങനെ എഴുതി: നവകേരള സർവേ എന്ന ഭൂലോക തട്ടിപ്പിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്.
നവകേരള സർവേക്ക് അനുവദിച്ച 20 കോടി രൂപയിൽ 2.82 കോടിയുടെ പുട്ടടിയാണ് നടക്കുന്നത്. ഇതിൽ 1.45 കോടി രൂപയാണ് പാർട്ടി വോളണ്ടിയർമാർ പുട്ടടിച്ചത്. കുടുംബശ്രീയുടെ വക 1.37 കോടി രൂപയും. സർവേക്ക് 1.77 കോടി വീടുകൾ കയറാനാണ് ഇത്രയും തുക. കേരളത്തിൽ 2021 സെൻസസ് പ്രകാരം 1.10 കോടി വീടുകളാണുള്ളത്. ഇതിൽ 11.5 ലക്ഷം വീടുകൾ പൂട്ടിക്കിടക്കുന്നു. ആളില്ലാത്ത വീട്ടിലും പട്ടിയും പൂച്ചയും ഒക്കെ കാണുമല്ലോ. വോളണ്ടിയർമാർ വീട്ടിൽ വന്ന് സർക്കാരിൻ്റെ വികസന ലേഖകകളും മറ്റും നൽകും. ഭരണം അടിപൊളിയില്ലേയും ചോദിക്കും. നമ്മളൊന്ന് തലയാട്ടണം. ഒരാൾ വീട്ടിൽ വരുന്നതെങ്കിൽ 7.5 രൂപയും 2 പേരാണെങ്കിൽ 10 രൂപയും സർക്കാർ നൽകും. അതിന് അനുവദിച്ച തുകയാണ് 1.45 കോടി രൂപ. PRD ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർമാർക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത്. വോളണ്ടിയർമാർക്ക് എങ്ങനെ പണം നൽകും? ഇടതുപക്ഷ സർവീസ് സംഘടനയായ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻകാർക്കാണ് മണ്ഡലങ്ങളുടെ ചുമതല നൽകിയത്. അവർ നൽകുന്ന കണക്ക് പ്രകാരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർമാർ അവർക്ക് പണം നൽകണം. പാർട്ടിക്കാർക്ക് പാർട്ടി വഴി സർക്കാർ പണം നൽകുമെന്ന് ചുരുക്കം. അങ്ങനെ പാർട്ടിക്കാർ നവലോകം കെട്ടിപ്പടുക്കും, സാധാരണക്കാർക്ക് നരകവും. ഇതിനെല്ലാം രേഖകൾ സഹിതമാണ് ചാക്ക എഴുതുന്നത്. CPM സഖാക്കൾക്ക് പാർട്ടി ഓഫീസ് വഴി സർക്കാർ പണം വിതരണം ചെയ്യാൻ അവരുണ്ടാക്കിയ പദ്ധതിയാണിതെന്ന് കൃത്യമായി പുറത്തു വന്നു. മാർച്ച് 15 PT ചാക്കോ എഴുതിയൊരു കുറിപ്പോടുകൂടി ഈ ഭീകരതയുടെ കൃത്യമായ ചിത്രം കിട്ടുമെന്നുറപ്പായതിനാൽ അവസാനിപ്പിക്കാം. 227 കോടിയുടെ വെടിക്കെട്ട്. PRD വക 117.24 കോടി, കിഫ്ബി വക 110 കോടി. ഇങ്ങനെ 227.24 കോടിയുടെ പിണറായി വക തെരഞ്ഞെടുപ്പ് വെടിക്കെട്ട് കഴിഞ്ഞു. ഇനി പാർട്ടിയുടെ വക വരാനിരിക്കുന്നു. സർക്കാർ നമ്മുടെ ഖജനാവിൽ നിന്നും 227 മുടക്കി. അതിനുശേഷം പാർട്ടി മുടക്കുന്നതിൻ്റെ കണക്കാണ് ഇപ്പോൾ കാണുന്നതൊക്കെ. പാർട്ടി വകയാണ്. സർക്കാർ മുടക്കിയതൊക്കെ ആവിയായിപ്പോയി. PRD 80 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിന് പുറമെ 22.24 കോടിയുടെ പ്രത്യേക പ്രചരണ ഫണ്ടും അവസാന നിമിഷം സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണത്തിൽ 15 കോടിയുമാണ് കത്തിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കിഫ്ബിയുടെ പരസ്യം 110 കോടി കവിഞ്ഞു. ഇതാദ്യമായാണ് കിഫ്ബി PRDയെ കിടപിടിക്കുന്ന പരസ്യദാതാവായി മാറിയത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് രൂപീകരിച്ച ഏജൻസിയാണിത്. PRD നിരക്കിനേക്കാൾ വളരെ കൂടുതലാണ് കിഫ്ബിയുടെ പരസ്യ നിരക്ക്. 17 പത്രങ്ങൾക്ക് ഫുൾ പേജ് ജാക്കറ്റ് പരസ്യത്തിന് 12.21 കോടി എന്നാണ് കാർഡ് നിരക്ക്. PRD 54 പത്രങ്ങൾക്ക് ജാക്കറ്റ് പരസ്യം നൽകുന്നത് 1.81 കോടി രൂപയാണ്. കിഫ്ബി വിലപേശലുണ്ടെങ്കിലും PRDയിൽ അതില്ല. ചാനൽ, സോഷ്യൽ മീഡിയ, റേഡിയോ ഉൾപ്പെടുന്ന പരസ്യങ്ങളിൽ പരസ്യ നിരക്ക് ഈ അന്തരമുണ്ട്. പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് 8.9% നിരക്കിലെടുക്കുന്ന വായ്പയാണ് കിഫ്ബിയുടെ വരുമാനം. മോട്ടോർ വാഹന നികുതി, ഇന്ധന സെസ് എന്നിവയിൽ നിന്നാണ് തിരിച്ചടവ്. 2030 89,793 കോടി രൂപ തിരിച്ചടയ്ക്കണം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച മാർച്ച് 15 ഞായറാഴ്ച കിഫ്ബിയുടെ 2 ജാക്കറ്റ് പരസ്യം PRDയുടെ 1.5 പേജ് പരസ്യമാണ് പ്രസിദ്ധീകരിച്ചത്. കിഫ്ബി 2 പേജ് പരസ്യത്തിൻ്റെ കാർഡ് നിരക്ക് പ്രകാരം 24.42 കോടി രൂപ, PRD 1.5 പേജിൽ 1.39 കോടി രൂപ. ഒറ്റ ദിവസം പൊടിച്ചത് 25.81 കോടി. നോക്കുക, PRD ചാനലുകൾക്കും പത്രങ്ങൾക്കും പരസ്യം കൊടുത്താൽ അവർ സന്തോഷത്തോടെ വാങ്ങി സ്വീകരിക്കും, പ്രസിദ്ധീകരിക്കും. അതിന് 10 മടങ്ങ് നിരക്കിലാണ് കിഫ്ബി കൊടുക്കുന്നത്. സർക്കാരിൻ്റെ പണം കിഫ്ബിയിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ 10 ഇരട്ടി ചെലവ്, PRDയിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ 10 ഇരട്ടി കുറവ്. എന്നിട്ടും എന്തിനാണ് കിഫ്ബിയിലൂടെ കൊടുക്കുന്നത്? മാധ്യമങ്ങൾക്ക് ഇത് കൈക്കൂലിയായി കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അവർ പിണറായിയുടെ ഭരണം തുടരുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ പിണറായിയുടെ ദൂർത്തിനെതിരെ കണ്ണടച്ചിരിക്കുന്നത്. പക്ഷേ കേരള ജനതയ്ക്ക് വിവേകമുണ്ട്. പാവങ്ങൾക്ക് ചികിത്സ പോലും നിഷേധിച്ച്, അവർക്ക് കയറി കിടക്കാൻ വീട് നിഷേധിച്ച്, പിണറായിയും കൂട്ടരും പൊതുഖജനാവിലെ പണമെടുത്ത് ഇങ്ങനെ പുട്ടടിക്കുമ്പോൾ മതിയായി വീട്ടിലിരിക്കൂ എന്ന് പറയാനുള്ള ധൈര്യം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കുണ്ടേ എന്ന് പിണറായിയൊക്കെ തിരിച്ചറിയാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോഴായിരിക്കും.